ഫർസീൻ നമ്മളൊന്ന് വയനാട്ടിലേക്ക് പോയാലോ? വയനാട്ടിൽ ഇപ്പൊ നല്ല കോടയാന്ന് പറയുന്നുണ്ട്. നല്ലൊരു ചായ കുടിച്ചിട്ട് വരലാ. മനോഹരമായ അങ്ങനെ വണ്ടിയും എടുത്ത് നേരെ ചുരത്തുമലേക്ക് പുറപ്പെട്ടു. ചുരത്തിന് തൊട്ട് താഴെയുള്ള ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ മഴക്കാലായതുകൊണ്ട് നല്ലോണം വെള്ളം. അതുമല്ല ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നേരെ ചുരത്തിന്റെ 10ാം വളവിലെ വ്യൂ പോയിന്റിൽ ഞങ്ങൾ എത്തി. അവിടെ അന്നേരം ചെറുതായിട്ട് മഴയും നല്ലോണം കോടയും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സുഹൃത്തിന്റെ കടയായിട്ടുള്ള T4 ചായക്കടയിൽ നിന്ന് നല്ലൊരു ചായയും പഴംപൊരിയും കഴിച്ചു. അതും കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയും എടുത്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നല്ല കാറ്റും മഴയായതുകൊണ്ട് ചുറ്റുമുള്ള ഒരുപാട് കൃഷികളും വാഴത്തോട്ടങ്ങളൊക്കെ നശിച്ചിട്ടുണ്ടായി. ഒരുപക്ഷെ നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇതൊക്കെ നശിച്ചു കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. അതും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടെത്തിയപ്പോഴാണ് ഒരു വേറിട്ട സംഭവം കണ്ടത്. വയലിൽ നിന്നും പുയലിൽ നിന്നൊക്കെ പിടിച്ച ഒരുപാട് വലിയ വലിയ മത്സ്യങ്ങളൊക്കെ റോഡരികിൽ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നതാണ്. ഇത് വാങ്ങാനും കാണാനൊക്കെ ഒരുപാട് ജനങ്ങളെ ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കടികളൊക്കെ കിട്ടുന്ന ഒരു തട്ടുകടയിൽ കയറി ചായയും കുറച്ച് കടികളൊക്കെ കഴിച്ച് നമ്മൾ വയനാട്ടിൽ വന്നാൽ അധികം ക്രീം ബന്ന് വാങ്ങുന്ന ഒരു കടയാണ്. ഇവിടുന്ന് ഒരു വൈറ്റും ചോക്ലേറ്റിന്റെ ക്രീം ബന്ന് വാങ്ങി ഞങ്ങൾ നേരെ പുറപ്പെട്ടു. ഇവിടുത്തെ ക്രീം ബന്ന് ഒരു കിഡിലൻ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് വീണ്ടും പോകുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മീൻമുട്ടി വാട്ടർഫാളിന്റെ നേരെ ഓപ്പോസിറ്റുള്ള തേയിലത്തോട്ടത്തിലൊക്കെ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടുന്ന് നേരെ മടങ്ങി വീട്ടിലേക്ക് പോയി. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.